വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ +2 ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഇപ്പോൾ അവർ എക്സാമിനേഷൻ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുമ്പോൾ, ഈ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ അടുത്തൊരു മേഖല അവർ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ പല കുട്ടികളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ് ട്രാവൽ ആൻഡ് ടൂറിസം, ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ജോലി സാധ്യതകൾ എന്തെല്ലാം, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്തെല്ലാം, പിന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തെല്ലാം. കാരണം നമ്മളെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ട്, ഈ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് കഴിഞ്ഞിട്ട് അനവധി കുട്ടികൾ വെറുതെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതേപോലെ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും ഉപയോഗപ്രദം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയി ടോപ്പിക്കിലേക്കും പോകാം. എന്താണ് ട്രാവൽ ആൻഡ് ടൂറിസം? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യാത്രകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിനെ നമ്മൾ ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാവൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നുകിൽ നമുക്ക് ഒഴിവ് സമയം ചെലവഴിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ആവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോകുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രകളെ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൂറിസം എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, നമ്മളെ കേരളം എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതി രമണീയമാണ് കേരളം എന്ന് പറയുന്നത്. അനന്തമായ സാധ്യതകളാണ് കേരളത്തിന് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രദേശത്തിനും കേരളത്തിനും ഇന്ത്യക്കും വളരെ വലിയ രീതിയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഒരു മേഖലയുടെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന ഒരു ഘടകം മാത്രമാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. വേറെയും പല ഘടകങ്ങളും വരുന്നുണ്ട്. അത് ഞാൻ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഘടകം മാത്രമാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധ്യതകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ. കാരണം ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന പല കോഴ്സുകളും ഒരു പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഉണ്ടായിരിക്കണം എന്നില്ല. അതേപോലെ ഇപ്പോൾ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന പല കോഴ്സുകളൊന്നും നിലവിലില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ 10 വർഷം കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യാത്രകളുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലയാണ്. അപ്പോൾ യാത്രകൾ എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം ഈ മേഖല നിലനിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് നമുക്ക് ധൈര്യത്തോടു കൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും